അതൊന്നും വാക്കുകളിലൂടെ പറയാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഇവിടെ നേരിട്ട് വന്നത്. എൻ്റെ ചെറിയപ്പത്തിലുള്ള സ്വപ്നമാണ് മിലിറ്ററിയിൽ ഒരു ഓഫീസറാകണം. NCCയിൽ Aയും Bയും Cയും സർട്ടിഫിക്കറ്റ് വാങ്ങി ബെസ്റ്റ് കേഡറ്റായിട്ട് തിരഞ്ഞെടുത്തു. കോളേജിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയായി. മിലിറ്ററിയിൽ ഓഫീസറായി പോയ ആൾക്കാരൊക്കെ വന്ന് ട്രെയിനിങ് തന്നു. എനിക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും SSBയിലൂടെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നിലച്ചിരിക്കാതെ ഒരു ദിവസം ഉണ്ടായ ഒരു അപകടം. എൻ്റെ 2 കൈക്ക് മേജർ സർജറി ചെയ്യേണ്ടി വന്നു. 2 വർഷത്തോളം കൈയില്ലാതെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദറിൻ്റെ ബിസിനസ് നഷ്ടത്തിൽ പോവുകയും എന്നെ ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സഹോദരിയുടെ വിവാഹം തീരുമാനിച്ചിട്ട് നടക്കാതെ പോയ സന്ദർഭങ്ങളിൽ വീട്ടിലുണ്ടായ ടെൻഷൻ എത്രമാത്രം വലുതാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ സഹോദരൻ പഠിക്കാൻ മിടുക്കനായിരുന്നിട്ടും പഠിത്തം നിർത്തേണ്ടി വന്നൊരു സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ പല സ്ഥലങ്ങളിലും ഞാൻ ഡിസ്കൗണ്ടിന് വേണ്ടി അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. ഈ സമയത്തൊന്നും നമുക്ക് വേണ്ടപ്പെട്ടവരൊന്നും പലപ്പോഴും കാണാറില്ല. ഇനി അവരൊന്നും സഹായിച്ചിട്ടില്ലെങ്കിലും ആ സമയത്ത് അവർ പറയുന്ന ചില വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കരമായി നോവിക്കപ്പെടും. അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും ഒരിക്കലും പൈസ ഇല്ലാത്തവനായി ജീവിക്കരുത്, പൈസ ഇല്ലാത്തവരായി മരിക്കരുത്. നാളെ എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ പൈസ ഉണ്ടായേ പറ്റൂ എന്നൊരു തീരുമാനം കൊണ്ട് എന്നും നമസ്കരിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഒരു നല്ല അവസരം തരണേ എന്ന് കുടുംബത്തോടൊപ്പം. അങ്ങനെ ദൈവം തന്ന ഒരു വലിയ അവസരമാണ് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്. ഞാൻ നല്ല ഹെൽത്തിയായ ഒരു വ്യക്തിയായിരുന്നു. ഈ ഫോട്ടോയിലൊക്കെ കണ്ടോ, അത് സ്റ്റുഡിയോക്കാർ ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചതാണ്. 5 പ്രാവശ്യം പറഞ്ഞു. 5ാമത്തെ പ്രാവശ്യം ഞാനിങ്ങ് ചിരിച്ചു. അപ്പോൾ അവർ പറഞ്ഞാൽ നേരത്തെ കണ്ട പേടിച്ചു പറഞ്ഞു, ഇതിനകത്ത് പിന്നെയും കുഴപ്പമില്ല. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഈ ഫോട്ടോ കാണിച്ചപ്പം എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞാണ്, എടാ നീ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കുമ്പോഴെങ്കിലും ഒന്ന് ചിരിക്കും. ചിരിക്കാനുള്ള സിറ്റുവേഷൻ വീട്ടിലില്ല. ഇതാണ് സാഹചര്യം. പട്ടിണി പോലും വരുമോ എന്ന് പേടിച്ച് നിൽക്കുന്ന സമയം. ഈ സമയത്താണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് വരുന്നത്. ഇടുക്കി പൊളിഞ്ഞ് വീടായ ഒരു പഴയ വീട് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. നാട്ടുകളിലും ബന്ധുക്കാർക്കൊക്കെ പൈസ ഉണ്ടെങ്കിലും ആരെങ്കിലും വന്ന് വീട് വെച്ച് തരുമോ? ഇല്ലല്ലോ. അപ്പോഴാണ് പത്രത്തിൽ കാണുന്നത്, വീടിടിഞ്ഞ് വീണു, വീട്ടുകാർ മരിച്ചു. വീടിൻ്റെ മുകളിൽ മരം ഒടിഞ്ഞ് വീണു, വീട്ടിലുള്ള 2 പേർ മരണപ്പെട്ടു. ഇതൊക്കെ എന്നും വായിക്കുമ്പോൾ ചങ്ക് കിടുന്നു. അവസാനം വീട്ടിൽ പത്രം വരുത്താതായി. പത്രം വരുത്തിയില്ലെങ്കിലും എന്താ, മരം ഇടിഞ്ഞ് വീഴത്തില്ല. ഇത് കാണണ്ടല്ലോ എന്നുള്ള ഇതുകൊണ്ടാണ്. വീട്ടിൽ മഴയൊക്കെ പെയ്യുമ്പോൾ എൻ്റെ അമ്മ ഞങ്ങൾ മക്കൾ ചെറുതായിരുന്ന സമയത്ത് ഒരു കോർണറിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. ഈ ഓടെന്ന് പറഞ്ഞ് തല വീണ തട്ടിപ്പോകും. ഇതൊക്കെ മാറ്റി ഒരു ചെറിയ വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെയാണ് മാറ്റം വന്നത്. ഈ ബിസിനസ്സിലൂടെ കിട്ടാൻ സാധ്യതയുള്ള വരുമാനത്തിൻ്റെ വേഗതയും അതുപോലെ തന്നെ പാസീവ് ഇൻകവും എന്നെ പ്രചോദിപ്പിച്ചു. ആദ്യം വീട് വെക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. സഹോദരൻ്റെ വിവാഹം നടത്തണം, ഒരു റെൻ്റൽ വീട്ടിലേക്ക് മാറി. അവിടെ വെച്ച് സഹോദരൻ്റെ വിവാഹം നടത്തി. ആ സമയത്ത് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, കല്യാണത്തിന് അവളെ പറഞ്ഞ് അയക്കുമ്പോൾ ഒരു കാറ് വേണം, ടാക്സി വിളിക്കണം. ദൈവാനുഗ്രഹം, വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്നവന് ആഗ്രഹിച്ചതിൻ്റെ പല ഇരട്ടി കൊടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ കല്യാണത്തിന് മുമ്പ് എൻ്റെ വീട്ടിൽ പുതിയ കാറ് വന്നു. 24ാമത്തെ വയസ്സിൽ എൻ്റെയും കല്യാണം കഴിഞ്ഞു. ആ സമയത്ത് എനിക്ക് 25,000 സ്ക്വയർ ഫീറ്റ് മേലെയുള്ളൊരു നല്ല വീടുണ്ട്. പണ്ട് ഞങ്ങളൊക്കെ ഈ വീടിൻ്റെ മുമ്പിൽ വന്നിങ്ങനെ പറയുന്നത്, എന്നോ വലിയ വീടോടെ വന്നു. കോട്ടയംകാരുടെ ഭാഷ, എന്നോ വലിയ വീടാണ്, ഇതിൻ്റെയൊക്കെ വലിയ ആവശ്യമുണ്ടോ? പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളൊരു വീട് എനിക്ക് വാങ്ങാനായിട്ട് സാധിച്ചു. ഇതൊക്കെ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ അച്ചീവ്മെൻ്റാണ്. ഇങ്ങനെ ഓരോന്ന് ഞാൻ പിന്നീട് 2008 മുതൽ കാക്കനാടുള്ള ഒരു വില്ലയിലാണ് താമസിക്കുന്നത്. ഡൽഹിയിൽ വർക്ക് ചെയ്യുമ്പോൾ DLFൽ ഫ്ലാറ്റ് വേണമെന്ന് ആഗ്രഹമുണ്ട്. പോയി വില ചോദിച്ചപ്പോൾ 2 കോടി. മലയാളി ആയതുകൊണ്ട് 2 കോടി കൊടുത്തുള്ള വീടൊന്നും നമുക്ക് വേണ്ടെന്ന്. അവർ കൊച്ചിയിൽ ലോഞ്ച് ചെയ്തപ്പോൾ അവിടെ പോയി ഞാൻ ഒന്നിച്ച് 4 ഫ്ലാറ്റ് ഒരുമിച്ച് വാങ്ങി. ആ സമയത്താണ് എൻ്റെ ഫാദറിന് ഒരു അസുഖം ഡിറ്റക്ട് ചെയ്തത്. ഹയർ ഫ്ലോറിലേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു വീട് വേണമെന്ന് തോന്നി. അതിൻ്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടു, പിന്നെ സ്വന്തമായി. അങ്ങനെ അതിശക്തമായ ടാർഗറ്റുകൾ വെച്ച് മുന്നോട്ട് പോകുന്നു. ഞാൻ ഖുറാനിൽ ഒരു ചാപ്റ്റർ പഠിച്ച സമയത്ത് അതിനകത്ത് പറയുന്നൊരു വാക്കുണ്ട്, പ്രയാസത്തിന് ശേഷം എളുപ്പമുണ്ടാകും. തീർച്ചയായും പ്രയാസത്തിന് ശേഷം എളുപ്പമുണ്ടാകും. നീ ഒന്ന് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മറ്റൊന്നിന് പുറകെ ഫുള്ളി ഇൻവോൾവ് ആവുക. എന്നിട്ട് നിൻ്റെ നാഥനിൽ പ്രതീക്ഷ അർപ്പിച്ച് കഠിനാധ്വാനം ചെയ്യുക. അത് കേട്ടപ്പോൾ ഞാൻ അന്ന് വീട്ടിലിരുന്ന് രാവിലെ